നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പണ്ട് ഉരുവിൽ കയറി ഗൾഫ് രാജ്യങ്ങളിൽ പോയവരുണ്ട്. കാലം കഴിഞ്ഞപ്പോഴേക്കും യാത്ര വിമാനത്തിലായി. 3-3.5 മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യയിലോ ഒമാനിലോ ദുബായിലോ ബഹ്റിനിലോ ഖത്തറിലോ കുവൈറ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ എത്താം. ഗൾഫിൽ കാണുന്ന പലതും മലയാളികൾ അനുകരിക്കുകയാണെന്ന് തോന്നും, തൊഴിൽ മേഖലകളിൽ ഉൾപ്പെടെ. ഗൾഫിൽ എണ്ണ സമ്പത്തുണ്ട്. കേരളത്തിലാകട്ടെ ആകെയുള്ളത് കുറെ രാഷ്ട്രീയക്കാരും അവർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളും ഇതിന്റെ എല്ലാം പിന്നാലെ പോകുന്ന മാധ്യമങ്ങളും, ഇതെല്ലാം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന പാവം പൊതുജനങ്ങളും. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിവിധ തൊഴിൽ മേഖലകളിലേക്ക് തൊഴിലാളികളെ എത്തിച്ചിരുന്നത്. ഇതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും. ആസാമും ബംഗാളും ബീഹാറും ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ കേരളത്തിൽ എത്തി തുടങ്ങിയിട്ട് കൊല്ലം 10-15ആയി. ഇത് നമുക്ക് നിസ്സാരമായി തോന്നാം, പക്ഷേ ഇതത്ര നിസ്സാരമല്ല. കാരണം ഞാൻ പറയാം. സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് പ്രകാരം കേരളത്തിൽ ഏകദേശം 35 ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട് എന്നാണ് കണക്ക്. ഇത് കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 12% വരും. കേരളത്തിലെ തൊഴിൽ മേഖലയിലെ 26.3% അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇവരുടെ മാസവേതനമാകട്ടെ 16,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കേരളത്തിലെ ജനസംഖ്യ 2011 നടന്ന സെൻസസ് അനുസരിച്ച് 3,33,87,677 ആണ്. ഇവിടെയാണ് ആകെ ജനസംഖ്യയുടെ 12% വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നു പണിയെടുക്കുന്നത്. ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ശരാശരി മാസശമ്പളം 16,000 മുതൽ 35,000 രൂപ വരെയാണെന്ന് പറഞ്ഞല്ലോ. 35 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെയുള്ളത്. ഒരാൾ ഒരു മാസം 10,000 രൂപ വീതം അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 3,500 കോടി രൂപ മാസാമാസം കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട്. ഇതൊരു ഉദാഹരണമായി പറഞ്ഞ ഏറ്റവും കുറഞ്ഞ കണക്കാണ്. ഇനി എന്തുകൊണ്ടാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്? അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഒളിവിൽ വരുന്നവർ. അത്തരക്കാരിൽ പലരും ഇവിടെ വന്നും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറുണ്ട്. തീവ്രവാദവും മോഷണവും മയക്കുമരുന്ന് കച്ചവടവും കൊലപാതകവും അടക്കം എന്ത് കുറ്റകൃത്യങ്ങൾക്കും വളക്കൂറുള്ള മണ്ണാണ് കേരളമെന്ന് അവർ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണം, കേരളത്തിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗവും കുഴിമടിയന്മാരാണെന്നും വൈറ്റ് കോളർ ജോലിക്ക് അടിമകളാണെന്നും കടത്തിണ്ണയിൽ ചൊറിയും കുത്തിയിരുന്ന് വഴിയെ പോകുന്നവനെ അപവാദം പറയുന്നവനും അവന്റെ വീട്ടിൽ എന്തെങ്കിലും ജോലിയുണ്ടെങ്കിൽ കൂലിക്ക് ആളെ വിളിച്ച് പണി ചെയ്യിപ്പിച്ചിട്ട് കടം വാങ്ങിയോ സ്വർണം പണയം വെച്ചോ പണിക്കാരന്റെ കൂലി കൊടുക്കുന്നവനുമാണെന്ന് തിരിച്ചറിയുക. അതായത് ഒരു പണിയുമില്ലെങ്കിലും സ്വന്തം വീട്ടിലെ പണി ചെയ്യാൻ അന്യനെ ആശ്രയിക്കുന്നവൻ എന്ന്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഭായിമാരുടെ കുത്തൊഴുക്കുണ്ടാകുന്നത്. ഇനി കേരളത്തിൽ പണിയില്ലാത്തത് കൊണ്ടാണോ? അല്ല. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇന്ത്യ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിൽ 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 2020 ജനുവരി മുതൽ മാർച്ച് വരെ 40.5%. മാല പിടിച്ചു പറിക്കലും മയക്കുമരുന്ന് കച്ചവടവും കൂലിത്തല്ലും ഗുണ്ടാപ്പണിയുമാണ് ഇപ്പോൾ കേരളത്തിലെ വലിയൊരു ശതമാനം ചെറുപ്പക്കാരുടെയും തൊഴിൽ. ഇനി അല്പസ്വല്പം വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലോ ഭരണപക്ഷ പാർട്ടിയോടൊപ്പം ഒട്ടിനിന്ന് പിൻവാതിൽ വഴി ഏതെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിപ്പറ്റും. തൂമ്പാ പണിക്കാരന്റെ ദിവസ ശമ്പളം 1,000 രൂപ മുതൽ 1,200 രൂപ വരെയാണ്. അതും രാവിലെ 8 മണിക്ക് ജോലിക്കെത്തും. വസ്ത്രം മാറിയെടുത്ത് ഒരു ബീഡി കത്തിച്ച് വലിച്ചു തീരുമ്പോഴേക്കും 15-20 മിനിറ്റ് അങ്ങനെ പോകും. കൃത്യം 10 മണിക്ക് കാപ്പി കുടി. അതിനിടയിൽ പലതവണ ബീഡി വലിക്കും, വെറ്റില മുറുക്കും, അരമണിക്കൂർ കാപ്പി കുടിക്കാൻ ചിലവാകും. 2 മണിയാകുമ്പോൾ പണി മതിയാക്കി മംഗളം പാടും. ഇതിനിടയിലും ബീഡി വലിയും വെറ്റിലമുറുക്കും, ചെറിയ വിശ്രമവും ഫോൺ വിളിയും വേറെ. ഇനി ഇതെല്ലാം സഹിച്ച് ഒരാളെ പണിക്ക് വിളിക്കാമെന്ന് വെച്ചാലോ? കാല് പിടിക്കണം. അവർക്ക് തോന്നുന്ന ദിവസം വരും, തോന്നുന്നത് പോലെ ചെയ്യും, തോന്നുമ്പോൾ പോകും. ഇത് ആരെയും പരിഹസിക്കാൻ പറഞ്ഞതല്ല, ഇത് അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. മുമ്പൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. മലയാളിയുടെ ഈ മടിയും അലസതയുമാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലെത്തിച്ചത്. കേരളത്തിലെ ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ മുന്നിൽ ചെന്ന് നോക്കിയാൽ അറിയാം. കൂലിപ്പണിയെടുത്തും കടം വാങ്ങിയും അന്യന്റെ മുന്നിൽ കൈനീട്ടിയുമൊക്കെ കിട്ടുന്ന പണവും കൊണ്ട് ആക്രാന്തത്തോടെ മദ്യത്തിനു വേണ്ടി വരി നിൽക്കുന്ന മലയാളികളെ. ആ സമയം അന്യസംസ്ഥാന തൊഴിലാളി അവന്റെ ജോലി ചെയ്യുകയായിരിക്കും. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യണമെന്ന് തോന്നുന്ന 75% മലയാളികളും ചെയ്യുന്നത് ഓട്ടോറിക്ഷ വാങ്ങി ഓടുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ 99% വീടുകളിലും ഇരുചക്ര വാഹനങ്ങളുണ്ട്. 75% പേർക്കും കാറുകളുമുണ്ട്. പക്ഷേ എന്നിട്ടും ഓരോ ദിവസവും നിരത്തിലിറങ്ങുന്ന ഓട്ടോറിക്ഷകൾക്ക് കയ്യും കണക്കുമില്ല. അതും മടിയുടെ മറ്റൊരു നേർക്കാഴ്ചയാണ്. മീറ്റർ ഇടാതെ ഓടുക, തോന്നുന്ന ചാർജ് വാങ്ങുക, യാത്രക്കാരന് ആവശ്യമുള്ളിടത്തേക്ക് ഓട്ടം പോകാതിരിക്കുക,
നഷ്ടമായതുകൊണ്ടല്ലോ ഇങ്ങനെ ദിനം പ്രതി നിരത്തുകളിൽ ഓട്ടോറിക്ഷകളുടെ കുത്തൊഴുക്കുണ്ടാകുന്നത്. യാത്രക്കാരെ പിടിച്ചുപറിച്ചും കണ്ണുരുട്ടി കാണിച്ചും 1000 രൂപ എങ്ങനെയും പോക്കറ്റിലാക്കാം എന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വലിയൊരു വിഭാഗം പേരും ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങുന്നത്. ഇതെല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല പറയുന്നത്, എന്നാൽ വലിയൊരു വിഭാഗത്തെ ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നതും. കെട്ടിട നിർമ്മാണ മേഖലയിലും ഹോട്ടൽ മേഖലയിലുമാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറെയും ജോലി ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു മാസം 3500 കോടി രൂപ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ ഒരു വർഷമാകുമ്പോൾ അത് 42,000 കോടിയാകും. ഇത് ഏറ്റവും കുറഞ്ഞ കണക്കാണ്. യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ കൂടുതൽ വരും. ഇക്കണക്കിന് പോയാൽ 6-7 വർഷങ്ങൾക്കുള്ളിൽ മലയാളി തൊഴിലാളിയും തൊഴിലാളി മുതലാളിയുമാകും. തൊഴിൽ മേഖലകളിൽ അന്യരാജ്യക്കാരെ ആശ്രയിക്കേണ്ടി വന്നതിന്റെ അനന്തര ഫലം തിരിച്ചറിയാൻ അറബ് രാജ്യങ്ങൾ പതിറ്റാണ്ടുകൾ എടുത്തു. അതോടെയാണ് അവർ ചില തൊഴിൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം നിർബന്ധമാക്കിയത്. ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബീഹാറും ബംഗാളും ആസാമും ഝാർഖണ്ഡും ഒക്കെ സാമ്പത്തികമായി ഉന്നതിയിലെത്തും. അപ്പോൾ മലയാളികൾ പിടിച്ചുപറിച്ചും പിച്ചയെടുത്തുമൊക്കെ കിട്ടുന്ന പണം കൊണ്ട് ജവാനും ബർമുടയും കോണ്ടസൈവും ഒക്കെ വാങ്ങി അടിച്ച് വല്ല കടത്തിണ്ണയിലും റോഡ് ബക്കിലുമൊക്കെ ബോധമില്ലാതെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ട, കുറച്ച് നീട്ടി ചിന്തിച്ചാൽ മതി. എന്തായാലും വീണ്ടും കാണാം.